ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വീട്ടമ്മമാർ ഏറ്റവും കൂടുതൽ ഇടുന്നതും വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതുമായ ഒരു നൈറ്റിയാണ്. ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 290 മീറ്റർ തുണിയാണ്. രണ്ടാക്കി മടക്കി വെച്ച തുണി അത് ഇതുപോലെ അങ്ങ് മടക്കിയെടുക്കണ്ട്. മൊത്തം ലെങ്ത്ത് നമുക്ക് വേണ്ടത് 47 ഇഞ്ചാണ്. തയ്യൽ തുമ്പ് നമുക്ക് 2 ഇഞ്ച് എടുക്കണം. സോ നമുക്ക് ടോട്ടൽ 49 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, പിന്നെ ഇത് ഫ്രോക്ക് മോഡൽ നെറ്റിയാണ്. 49 ഇഞ്ചിൽ നമുക്കൊരു 42 ഇഞ്ച് ആണ് മെയിനായിട്ടും. അടിയിൽ ഫ്രില്ലാണ് ബാക്കിയുള്ള 7 ഇഞ്ച്. അപ്പോൾ മേളിൽ നിന്നും 42 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫ്രില്ല് വേറെ വരുന്നുണ്ട്. അപ്പോൾ 42 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഷോൾഡർ 7, ആം ഹോൾ 7, ചെസ്റ്റ് നമുക്കിതിൽ കൊടുക്കുന്നത് നോക്കിക്കോളും. ഇതിൽ പറയുന്നുണ്ട് ഇത് XXL സൈസാണേ. ഷോൾഡർ 7, ആം ഹോൾ 7 ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. തയ്യൽ തുമ്പോട് കൂടിയിട്ടാണേ. ചെസ്റ്റ് നമ്മൾ 13 ഇഞ്ച് വേസ്റ്റ് ചെയ്യുമ്പോൾ മാർക്ക് ചെയ്യുമ്പോൾ വേസ്റ്റ് നമുക്ക് 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്ന് ഷേപ്പാക്കി കറക്റ്റായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് മേളിൽ നിന്നും 14 ഇഞ്ച് ലെങ്ത്ത് താഴത്തേക്ക് ഇത് നോക്കിയത് 13 ഇഞ്ചോളം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. മേളിൽ നിന്നും നമുക്ക് താഴത്തേക്ക് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ വണ്ണം അത് വേസ്റ്റാണ്. അത് ഞാനൊരു 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശേഷം നമുക്ക് ഇത് നമുക്കിത് ഇതുപോലെ അടിയിൽ മാർക്ക് ചെയ്ത ശേഷം സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ നമുക്ക് ചരിച്ചങ്ങ് എടുക്കാം കേട്ടോ. അത് കണ്ട ഇങ്ങനെ ചരിച്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. വീഡിയോ ഫുള്ളായിട്ട് കാണാം, എന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല സെയിൽ കിട്ടും. ഇത് ഫ്രോക്ക് മോഡൽ നൈറ്റി. അപ്പോൾ ഞാൻ ഇട്ട നൈറ്റി തരം മോഡൽ തന്നെയാണത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നമുക്ക് എല്ലായിടത്തും നമുക്ക് ഇടാൻ പറ്റും. ഒരു നൈറ്റി ആണെന്നുള്ളൊരിതില്ല. നമുക്ക് ഫ്രോക്ക് മോഡൽ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊക്കെ പുറത്തു പോകാനും എല്ലാത്തിനും ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ബാക്കി നമ്മൾ അടിയിൽ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 42 ഇഞ്ച് കഴിഞ്ഞ് ബാക്കിയുള്ള ക്ലോത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതൊന്ന് വേണം ഇനി പ്ലീറ്റ് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് മടക്കി മാറ്റി വെച്ചോളൂ. ഇനി ഞാൻ വേറെ തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ഫുള്ളായിട്ട് ഇതിൻ്റെ വിഡ്ത്ത് എടുക്കണം കേട്ടോ. അതായത് ഫുള്ളായിട്ടുള്ള നൈറ്റിയുടെ തുണിയുടെ വീതി അങ്ങോട്ട് എടുക്കണം. ലെങ്ത്ത് 7 ഇഞ്ച്. ഓക്കെ, 42 ഇഞ്ച് നമ്മൾ മേൽ പീസിനും കൊടുത്തിട്ട് 7 ഇഞ്ച് നമ്മൾ എന്തിനാണ് കൊടുക്കുന്നത്, പ്ലീറ്റിന്. അപ്പോൾ 7 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ 2 ലെയർ ഉണ്ട്. അത് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ XXL ആണെങ്കിൽ ഈ ഒരു ഇതിൻ്റെ XXL തന്നെ ചെറിയൊരു ലൂസ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് കേട്ടോ, ഇങ്ങനെ 2 ലെയർ ആണത് കണ്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതിൽ വീണ്ടും മേൽ പീസിൽ നമുക്കൊരു പീസ് കൂടി നമുക്ക് വേണം ഫ്രില്ലടിക്കാനായിട്ട്. അപ്പോൾ വീണ്ടും ഒരു പീസ് മാത്രം എടുത്തിട്ട് 7 ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണ്ട്. ഓക്കെ, അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചോളൂ. ഇതെല്ലാം നമുക്ക് ഫ്രില്ലടിക്കാനാണ്. 3 പീസ് നമ്മൾ ഫ്രില്ലെടുക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യുന്ന, നെക്കിൽ പ്ലീറ്റ് കൊടുക്കാനായിട്ട് നമുക്ക് തുണി എടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ സ്ലീവ് അടിച്ചിട്ട് അത് ചെയ്യാം. സ്ലീവ് ലെങ്ത്ത് നമുക്കിത് എലാസ്റ്റിക് വെച്ച സ്ലീവാണ്. അപ്പോൾ നമുക്ക് വേറൊരു പീസ് കൂടി അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലെങ്ത്ത് കറക്റ്റ് ആവില്ല. അപ്പോൾ ഇനി നമുക്ക് കൈക്കുഴിയുടെ വണ്ണം നോക്കിയിട്ട് വേണം സ്ലീവ് മാർക്ക് ചെയ്യാനായിട്ട്. പഫ് സ്ലീവും എലാസ്റ്റിക്കും കൂടിയാണ്. അപ്പോൾ ഇത് ഈ രീതിയിൽ നമ്മൾ നോക്കിക്കേ, ഇങ്ങനെ വെച്ച് നോക്കുക. $11 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ സ്ലീവിൽ നമുക്ക് 11 ഇഞ്ച് വരികയാണെങ്കിൽ നമ്മൾ 13 ഇഞ്ച് എടുക്കണം. കാരണം നമ്മൾ പഫ് സ്ലീവ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിത് ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് 13 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് 1.5 ഇഞ്ചോ 2 ഇഞ്ചോ എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് 5 ഇഞ്ച് ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. 5 ഇഞ്ച് ലെങ്ത്തിലാണ് ഇത് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ബാക്കി ഒരു 2 ഇഞ്ച് കൂടി നമ്മൾ വേറെ തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ, 5 ഇഞ്ച് 5.5 ഇഞ്ചോളം ഉണ്ട്. അപ്പോൾ 5.5 ഇഞ്ച് ഇതുപോലെ ഇങ്ങനെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. നമുക്കതങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എക്സാക്ട്ലി 5.5 ഇഞ്ച് ഉണ്ട്. നമ്മൾ എല്ലാ അളവുകളും മാർക്ക് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ അടിയിൽ ഒരു തുണി കൂടി വെക്കുന്നുണ്ട്. അതായത് സ്ലീവിന് നമുക്ക് വീതി ലെങ്ത്ത് കിട്ടാനാണ് ചെയ്യുന്നത്. കൂടുതൽ ലെങ്ത്ത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ നമ്മൾ എലാസ്റ്റിക്കും പഫും കൊടുക്കുമ്പോൾ ഷോർട്ട് സ്ലീവാണ് ഭംഗി.
ഇനി നമുക്ക് എന്ത് ചെയ്താൽ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി തുണിയിൽ നിന്നും എന്ത് കണ്ടോ ഇങ്ങനെ മടക്കി വെച്ചിട്ട് കുറച്ചുകൂടി പീസ് 2 ഇഞ്ച് കൂടി കട്ട് ചെയ്തെടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ലെങ്ത്ത് കിട്ടും. അപ്പോൾ ഞാൻ അളവൊന്നും നോക്കിയിട്ട് കറക്റ്റ് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര ലെങ്ത്ത് നമുക്ക് വീതി കൈയിൻ്റെ വണ്ണമൊക്കെ കറക്റ്റായി വരുന്നുണ്ടോ ശ്രദ്ധിക്കേണ്ട. കൈയിൻ്റെ വണ്ണം താഴെ 10 ഇഞ്ച് കൊടുക്കണം കേട്ടോ. ഇലാസ്റ്റിക് വെക്കുന്നുണ്ട്. ശരിക്കും നമുക്കൊരു 8 ഇഞ്ച് കൊടുത്താൽ മതി. ഇലാസ്റ്റിക് വെക്കുന്നുണ്ട് 10 ഇഞ്ച് കൈ റൗണ്ട്. ഓക്കെ, കൈക്കുഴിയുടെ അവിടെ 13 കൊടുത്തു, കൈയിൻ്റെ റൗണ്ട് 10 ഇഞ്ച്. ലെങ്ത്ത് മൊത്തം 5.5യും 2 വരുമ്പോൾ 7.5 കൊടുക്കുന്നുണ്ട്. ഓക്കെ, 7.5 പറയുമ്പോൾ തയ്യൽ തുമ്പ് എല്ലാം കൂടിയിട്ട് അതിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പേ പോവുള്ളൂ. ഓക്കെ, 1 ഇഞ്ച് തയ്യൽ തുമ്പ് പോവും. അപ്പോൾ ഒരു 6 ഇഞ്ചോളം ലെങ്ത്ത് നമുക്ക് കിട്ടും. 5.5 അല്ലെങ്കിൽ 6 കിട്ടും കേട്ടോ. ഈ 2 തുണി പീസ് ജോയിൻ ചെയ്യുമ്പോഴും കുറച്ച് പോകുമല്ലോ, 4 ഇഞ്ച് വെച്ചിട്ട്. അപ്പോൾ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എലാസ്റ്റിക് വെച്ചാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കഴുത്തിൽ ഫ്രില്ല് അടിക്കാനായിട്ട് 3 ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ തുണി അങ്ങ് കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ കട്ട് ചെയ്ത് 3 ഇഞ്ച് വീതിക്ക് കുറച്ച് നീളത്തിൽ, അളവുകളൊന്നുമില്ല, നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ചുരുക്കം കൊടുക്കാനാണ് കഴുത്തിൽ. അപ്പോൾ നമ്മൾ 3 ഇഞ്ച് നീളത്തിൽ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും കറക്റ്റാക്കി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു പീസ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കണം. 1.5 ഇഞ്ച് വീതിക്ക് നമ്മൾ കുറച്ച് ക്രോസ് പീസ് ഇങ്ങനെ ചരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നെക്ക് ചെയ്യാനാണ്. ക്രോസ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ക്രോസ് പീസ് ഒരു അത്യാവശ്യം തയ്ക്കുന്നവർക്കെല്ലാം ക്രോസ് പീസ് എന്താണെന്ന് അറിയാം. നൈറ്റിയുടെ ബാക്ക് നെക്ക് തയ്ക്കാനായിട്ടും ഫ്രണ്ട് നെക്ക് തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. കുർത്തിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്, ബ്ലൗസിന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 1.5 ഇഞ്ച് വീതിക്ക് കുറച്ച് കൂടുതൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കിലും എല്ലാം നമ്മൾ ഈ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഫ്രില്ലും വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കേണ്ടത്. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് കട്ടിങ് സ്റ്റിച്ചിങ്ങും ഒറ്റ വീഡിയോയിൽ നോർമലി എനിക്ക് അങ്ങനെ പറ്റാറില്ല. ഇത് കട്ട് ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ചിങ് കുറേ 2-3 ദിവസം എടുത്ത് ഫിനിഷ് ചെയ്ത് അപ്പോൾ പിന്നെ ഒരുമിച്ച് അങ്ങ് ഇടാമെന്ന് ഓർത്തു ഞാൻ. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ. ഇനി നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്യണം. ഇതിൽ ഫ്രണ്ടും ബാക്കും എല്ലാം ഒരുമിച്ചുണ്ട്. അപ്പോൾ നമുക്കിതിൽ കഴുത്തിൻ്റെ അകലം 2.25 ഇഞ്ച്, ബാക്ക് നെക്കിൻ്റെ ഡെപ്ത്ത് 4.5, ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 5 ഇഞ്ച്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിത് രണ്ട് മാർക്ക് ചെയ്തെടുക്കാം. 2.25 ഇഞ്ച് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്ക് നെക്കിൻ്റെ അളവ് ആദ്യം നമുക്ക് 4.5 മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആദ്യം 4.5 മാർക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട് നെക്കിൻ്റെ ഡെപ്ത്ത് 5 മാർക്ക് ചെയ്യേണ്ടത്. ചെയ്ത് വരുമ്പോൾ എല്ലാം 1/2 ഇഞ്ച് കൂടി വരും കേട്ടോ. ഇത് ബാക്ക് നെക്ക് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഫ്രണ്ട് നെക്കിന് 1/2 ഇഞ്ച് കൂട്ടിയിട്ട് അത് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഉൾവശത്ത് ബാക്ക് നെക്കിൻ്റെ അളവിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഷോൾഡർ സെപ്പറേറ്റ് ചെയ്തിട്ട് അതല്ല, ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. എന്നിട്ട് ഉള്ളിലെ തുണി അങ്ങോട്ട് മാറ്റിക്കോളൂ. കാരണം അത് നമുക്ക് ബാക്ക് നെക്കായിട്ട് ഉപയോഗിക്കാം. ഈ വരച്ച തുണി നമുക്ക് ഫ്രണ്ട് നെക്കായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഉള്ളിൽ ആ ഒരു പീസ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ബാക്കിലേക്കാണ്. ഇനി ഈ ഒരു ഫ്രണ്ട് പീസ് നമ്മൾ ഓൾറെഡി ഫ്രണ്ട് നെക്കിന് വേണ്ടി കുറച്ച് ഡെപ്ത് കൂട്ടി വരച്ചിട്ടുണ്ട്. അത് നമ്മളത് ഇതുപോലെ ഇങ്ങനെ വെക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫുള്ളായിട്ടുള്ള സ്റ്റിച്ചിങ്ങാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. കാരണം ഇത്രയും പീസുകൾ നമുക്കിതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫ്രില്ല് വെക്കാൻ വേണ്ടി നമ്മളൊരു 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തില്ലേ, ആ തുണി നമുക്ക് എടുക്കാം കേട്ടോ. അതെല്ലാം ഒതുക്കി നീറ്റാക്കി വെച്ച ശേഷം വേണം നമുക്കിത് കാണിക്കുന്നത് ഞാൻ. ഇനി നമുക്കിതിൽ ഫ്രില്ല് വെക്കാനായിട്ട് നമ്മൾ 3 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് ബോർഡർ കൊടുക്കാനായിട്ട് നമ്മൾ ഒരു 3.5 ഇഞ്ച് വീതിക്ക് ബ്ലാക്ക് പീസ് തുണി കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രില്ല് വെക്കാൻ നീളത്തിൽ തുണി എടുത്തില്ല, അതേ സെയിം നീളത്തിൽ എടുക്കുക. വീതി ഇതിൽ നിന്നും ഒരു 1/2 ഇഞ്ച് കൂട്ടിയെടുക്കുക. കാരണം അതിൽ ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഒരു പൈപ്പിംഗ് പോലെയാണ് കൊടുക്കുന്നത്.
അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി 3.5 ഇഞ്ച് വീതിയുള്ള തുണി കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പീസ് കണ്ടോ കൂടുതലല്ലേ അല്ലേ, എന്നിട്ട് ഇതിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിക്കുക. എന്നിട്ട് നമുക്കിത് ഇതിനെ നേരെ നമ്മൾ പൈപ്പിംഗ് പോലെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഒന്നുകൂടി പതിച്ചടിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനത് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ചെയ്തങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചത് ഇതിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പൈപ്പിംഗ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിങ്ങനെ വെക്കുക. ചുമ്മാ കുറച്ച് മടക്കുകൾ നെക്കിൽ ഇങ്ങനെ മടക്കി ഒന്ന് അടിച്ചു കൊടുക്കുക. ആ യു നെക്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്ന് ഇങ്ങനെ ചുറ്റും ഒന്ന് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക. അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നെക്ക് തയ്ച്ചിട്ടില്ല, ജസ്റ്റ് ഇങ്ങനെ വച്ചിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ക്രോസ് പീസ് 1.5 ഇഞ്ച് വീതിയിൽ നമ്മൾ കട്ട് ചെയ്തില്ലേ, ആ ക്രോസ് പീസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് അടിച്ചിട്ട് ഉള്ളിലോട്ട് തിരിച്ചിട്ടാണ് ഇതിൻ്റെ കഴുത്ത് നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആ ഒരു ബ്ലാക്ക് വന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. കാരണം അതിൽ ആ ഒരു വെള്ള പൂക്കളുടെ നടുക്കൊരു ബ്ലാക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് വെച്ചിരിക്കുന്നത് കേട്ടോ. വൈറ്റ് വെച്ചാൽ ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് ഉള്ളിലോട്ട് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടി അടുത്തുനിന്ന് കാണിച്ചു തരാം. നമ്മൾ കുറേ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തല്ലോ, അതെല്ലാം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നെക്കിൻ്റെ തുമ്പിൽ ഇതുപോലെ വെച്ച് 1/4 ഇഞ്ച് ഫുള്ളായിട്ട് അടിക്കുക. എന്നിട്ട് ഇതിനെ ആദ്യം ഒന്ന് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി അടിക്കുക. എന്നിട്ട് ആ ഒരു തയ്യൽ തുമ്പിനെയും ഉള്ളിലോട്ട് മടക്കിയിട്ട് നമ്മളത് ഇതുപോലെ 1/4 ഇഞ്ച് ഇട്ടിട്ട് അടിക്കുക കേട്ടോ. അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒന്നുകൂടി കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വെക്കുന്നു, 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് അടിക്കുന്നു. ശേഷം അടിക്കുമ്പോൾ അവിടെ അങ്ങനെ നിൽക്കുമല്ലോ. എന്നിട്ട് അതിനെ ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് ആ തുണി പീസിനെ ഒന്ന് കണ്ടോ, ഈ ഒരു തുമ്പിനെ ഒന്നിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വരുള്ളൂ. പിന്നെ അതിനെ ഒന്നുകൂടി ആ ഒരു തയ്യൽ കാണാത്ത രീതിയിൽ ഒന്നുകൂടി മടക്കിയിട്ട് 1/4 ഇഞ്ച് തുമ്പിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ അത് നമ്മൾ അടിച്ച് ഫിനിഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്ത് ചെയ്യണം പറഞ്ഞാൽ ബാക്ക് നെക്കും ക്രോസ് പീസ് വെച്ച് ചെയ്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് ബാക്ക് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്ത ക്രോസ് പീസ് ഉണ്ടല്ലോ, അത് ഇതിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ തയ്ച്ച പോലെ തന്നെ തയ്ച്ച് ഉള്ളിലോട്ട് മറിച്ചിട്ട് ഷോൾഡറും ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇപ്പം ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാൻ ചെയ്തിട്ട് സ്ലീവൊക്കെ ജോയിൻ ചെയ്തു കേട്ടോ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്ത്ത് വരുന്നുണ്ട്. എലാസ്റ്റിക് വെച്ചിട്ട് സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, സ്ലീവ് സാധാരണ സ്ലീവ് വേണമെങ്കിൽ സാധാരണ സ്ലീവ് കൊടുക്കാം, അല്ലെങ്കിൽ എലാസ്റ്റിക്കും പഫോഡ് സ്ലീവ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡ് ഒന്ന് കൂട്ടിയടിച്ച് കൊണ്ടുവരാം കേട്ടോ. 2 സൈഡ് കൂട്ടിയടിക്കുമ്പോൾ ഒരു സൈഡ് ഒരു ഇത്തിരി താഴ്ത്ത് വിടണേ. അപ്പോൾ നമുക്കതിൽ പ്ലീറ്റ് കൊടുക്കാനാണ്. അപ്പോൾ അതേ ഞാൻ 2 സൈഡും കൂട്ടി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഞാൻ ഫുള്ളായിട്ട് കൂട്ടിങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡ് നോക്കിക്കുക. ഇപ്പുറത്തെ സൈഡ് ഞാനിതേ കുറച്ചൊരു ഓപ്പൺ വിട്ടിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലീറ്റ് വെക്കാനായിട്ട് 7 ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് 2-3 തുണികൾ കട്ട് ചെയ്തിട്ടുണ്ട്. ആ തുണികളെല്ലാം ജോയിൻ ചെയ്ത് വലിയൊരു പീസാക്കി എടുക്കുക. കണ്ടോ, വലിയൊരു പീസാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് നമ്മളെവിടെ ആ ഓപ്പൺ ഇട്ടില്ല അവിടെ വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ചുരുക്ക് കൊടുത്ത് എടുത്ത് അടിമടക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇതേ ഫ്രോക്ക് നൈറ്റി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡും വിപണിയിൽ ഏറ്റവും വിറ്റ് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ടുള്ള അടിപൊളിയാണ്. സ്ലീവിൽ ഇതേ കണ്ടോ, എലാസ്റ്റിക് വെച്ചിട്ട് പഫ് സ്ലീവാണത് ആക്ച്വലി. അപ്പോൾ അത് കുറച്ച് പുറകിലോട്ട് പോയിരിക്കുന്നതാണ്, ഡമ്മിയിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഏതുണ്ടല്ലോ അടിപൊളിയായി. ഇപ്പോൾ ഷെയർ ചെയ്യാൻ മറക്കല്ലേ, ചെയ്ത് നോക്കണേ. താങ്ക്